ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് ചാപ്റ്റർ ഓക്കെ എങ്ങനെയായിരിക്കും. ഓക്കെ എന്തായിരിക്കും ഓവറോളായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, എന്ത് സോൾ ലെസണാണ് വരാൻ പോകുന്നത്, എന്ത് ചാലഞ്ചസ് ഉണ്ടാവും, എന്ത് ബ്ലെസ്സിങ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്തൊക്കെയായിരിക്കും ഈ നെക്സ്റ്റ് ചാപ്റ്റർ വരാൻ പോകുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന സൈൻസ്. ഓക്കെ നമുക്ക് അടയാളങ്ങൾ കാണിച്ചു തരില്ലേ ഡിവൈൻ. അപ്പം അതാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് നിങ്ങൾക്ക് പൈൽ റീഡിംഗ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണേ. എങ്കിൽ നമുക്ക് വേറെ ഒരു സെഷനായിട്ട് എടുത്തിട്ട് നമുക്ക് അത് ചെയ്യാം. എനിവേ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു വെരി മച്ച് ഫോർ കണക്റ്റിംഗ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്ത ആൾക്കാരാണെങ്കിൽ വെൽക്കം ബാക്ക്. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരും കണക്ട് ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, നിങ്ങളുടെ കമൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു, ഗൈഡൻസ് തരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സോറി ഗൈസ്, ഇന്നലത്തെ വീഡിയോയിൽ ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ രാവിലെ ചെയ്തത് ആക്ച്വലി ആ വീഡിയോ, അതും രാവിലെ ഉണർന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെയ്തു. അപ്പം ഞാൻ കുറച്ച് മോർണിംഗ് അലർജി ഉള്ള ഒരാളാണ്, അതാണ് അങ്ങനത്തെ ഡിസ്റ്റർബൻസ് ഒക്കെ വന്നത്. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ പോലും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഒന്നുമല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താ ഈ റീഡിങ്ങിനകത്ത് വരുന്നത്, അതെങ്ങനെയാണ് വരുന്നത് അതുപോലെ ഞാൻ ചെയ്യുകയാണ്. അതിനകത്ത് ഒരു എഡിറ്റിങ്സോ കട്ടിങ്സോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ് എന്താ വരുന്നത് അതുപോലെ. ഓക്കെ എനിവേ താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും സപ്പോർട്ടിന്. നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്റർ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. സ്പിരിറ്റ് നമുക്ക് അറിയേണ്ടത്, കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും നെക്സ്റ്റ് ചാപ്റ്റർ എങ്ങനെയായിരിക്കും, എന്താണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എന്തിനെക്കുറിച്ചാണ് സ്പിരിറ്റിന് പറയാനുള്ളത്, അവരുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്ത് കാര്യമാണുള്ളത് എന്നൊന്ന് പറയാമോ സ്പിരിറ്റ്? താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓൾ റൈറ്റ്, നെക്സ്റ്റ് ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നെക്സ്റ്റ് ചാപ്റ്ററിൽ ചില ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി മാരേജ് ആണ്. ഓക്കെ മാരേജ്, അതുപോലെ ചില ആൾക്കാരുടെ കേസിൽ സ്റ്റെബിലിറ്റി. നമ്മുടെ ലൈഫിൽ എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരണം, സ്റ്റേബിൾ ആവണം. ഓക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ അതിന് ഗോയിങ് ഫോർവേഡ് അതിനൊരു പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ബേസ്മെൻറ്റ് ഉണ്ടാവണം. ഓക്കെ ചില ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു സ്ട്രോങ് ബേസ്മെൻ്റ് ആണ്. നിങ്ങളുടെ ചില ആൾക്കാർ എസ്പെഷ്യലി 11 നമ്പർ കാണുന്ന ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ന്യൂ പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. ഓക്കെ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനിക്കറിയില്ല, നിങ്ങൾ ഒരുപാട് പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ ഗോ ത്രൂ ചെയ്ത ആൾക്കാരാണോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം 11 നമ്പർ വരുമ്പോൾ നമ്മൾ പറയില്ല, നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നതായിരിക്കാം. 11 നമ്പർ കാണുമ്പം നിങ്ങളെ പോസ് ചെയ്യും. ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ, നിങ്ങളുടെ ലൈഫിൽ എന്ത് റിയാലിറ്റി ആണോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹം, അത് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കും. ഓക്കെ അതിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് യൂണിവേഴ്സിനോട് എന്ത് കാര്യവും ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏഞ്ചൽ നമ്പറാണ് 11. നിങ്ങളിൽ പല ആൾക്കാരും കാണുന്നുണ്ടാവും, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന ഈ നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചില ആൾക്കാർക്ക് എസ്പെഷ്യലി ഇത് മാരേജ് തന്നെയാണ്, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത നിങ്ങളുടെ മാരേജ്. ഓക്കെ നെക്സ്റ്റ് ചാരിയറ്റ് കാർഡ് വരുമ്പോൾ എനിക്ക് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പറയാനുള്ളത്, ചില ആൾക്കാർക്ക് ഇത് ട്രാവലാണ്. ഓക്കെ നിങ്ങൾ കുറച്ച് കാലമായിട്ട് അധികമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ട്രാവൽ അത് മാത്രമല്ല, ചില ആൾക്കാരുടെ സോളാർ പ്ലെക്സസ് ചക്ര വളരെയധികം ആക്റ്റീവ് ആവുന്ന ഒരു ടൈമായിരിക്കും ഈ പറഞ്ഞ നെക്സ്റ്റ് ചാപ്റ്റർ. ഞാൻ അത് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അതിൽ യെല്ലോ കളർ എനിക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് പല ആൾക്കാരിലും എനിക്കറിയില്ല നിങ്ങൾക്ക് ആർക്കൊക്കെ ഇത് കണക്റ്റ് ആവുമെന്ന്, ആക്ഷൻ എടുക്കാൻ, അതായത് നമുക്ക് കാര്യങ്ങൾ പറയാനും മറ്റുള്ളവരെ ഉപദേശിക്കാനും എല്ലാം ചെയ്യാനും ഭയങ്കര നന്നായിട്ട് പറ്റും. പക്ഷേ നമുക്ക് അവരുടെ മുന്നിലുള്ള എക്സാമ്പിളായി മാറാനോ അല്ലെങ്കിൽ അവിടെ ഒരു ആക്ഷൻ എടുത്ത് കാണിക്കാനോ ഈ പറഞ്ഞ പോലെ എനിക്കറിയില്ല എത്ര പേർക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന്, പക്ഷേ ഒരുപാട് പേർക്ക് ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ മൂവിങ് ഫോർവേഡ് ചെയ്യുന്ന ആ നെക്സ്റ്റ് ചാപ്റ്ററിൽ സൂപ്പർബ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ ആക്ഷൻ എടുക്കുന്നു, ആരെയും നോക്കുന്നില്ല, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്ങിൽ തോന്നുന്ന കാര്യം അത് നിങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടെ റിയാലിറ്റിയിൽ പല കാര്യങ്ങളും കൊണ്ടുവന്ന്, നമ്മൾ പറയില്ലേ ചില ആൾക്കാർ പറയും
നിങ്ങൾ ആ പറയുന്ന കൂട്ടത്തിൽ നിന്ന് മാറി ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത് കാണിക്കുന്ന ആൾക്കാരായി മാറും. ഓക്കെ, ഒരുപാട് ഡൂവേഴ്സ് നമ്മൾ പറയില്ലേ, അവർ ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല, അവർ ചെയ്ത് കാണിക്കും, അങ്ങനത്തെ ആൾക്കാരാണ്. അങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളെപ്പറ്റി അങ്ങനെ പറയുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും നെക്സ്റ്റ് ചാപ്റ്റർ. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. യെസ്, ആക്ഷൻ, ഡെഫിനറ്റ്ലി ആക്ഷൻ. ചില ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതെങ്ങനെ ചുമ്മാ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, നെക്സ്റ്റ് ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി, എനിക്കറിയില്ല അതിന് മുന്നേ ഉണ്ടായിരുന്ന റീഡിങ്സ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, ക്ലിയർ കട്ട് സ്ട്രാറ്റജി കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു സ്ട്രാറ്റജി കീപ്പ് ചെയ്ത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അതനുസരിച്ച് ആക്ഷൻ എടുക്കുന്നു. ഓക്കെ, നിങ്ങളിൽ ചില ആൾക്കാർക്ക് ക്യാറ്റ് പെറ്റ് അനിമലായിട്ടുണ്ടാവും. എനിക്കറിയില്ല അത് എത്ര ആളുകൾക്ക് റെസണേറ്റ് ആവുമെന്ന്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ആ ഒരു ആക്ഷൻ, നമ്മൾ പറയില്ലേ, ചില ആൾക്കാർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിക്കുന്ന ഒരു ഹാബിറ്റാണ്. ഓക്കെ, അതിൻ്റെ ഒരു വേറെ വേർഷനായിട്ട് നമ്മൾ പറയില്ലേ, നമ്മൾ നമുക്ക് കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക്, എന്നുവെച്ചാൽ ഇതിന് മുന്നേയൊക്കെ നിങ്ങൾ വളരെ സൈലൻ്റ് ആയിരിക്കാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും വലിയ റെസ്പോൺസ് ഒന്നുമില്ല, ശരി അവർ പറയുന്നത് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ അങ്ങനെ ചുമ്മാ എന്നെ പറഞ്ഞിട്ട് അങ്ങനെ പോകണ്ട. ഓക്കെ, എനിക്കും പറയാനുണ്ട്. ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ അടിയുണ്ടാക്കാൻ പോകുന്നതല്ല. പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും മിണ്ടാതെ പോകാറുണ്ട്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ പറയില്ലേ, ചില ആൾക്കാർക്ക് നമ്മൾ മറുപടി പറഞ്ഞാലേ മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള ആ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എനർജിയാണ് ക്യൂൻ ഓഫ് വാണ്ട്സ്. കാരണം ഷീസ് ലൈക്ക് എന്താ പറയുക, ഇന്നല്ല ഞാൻ കാണിച്ചുതരാം, ചെയ്ത് കാണിച്ചുതരാം, എന്നെപ്പോലെ ചെയ്ത് കാണിച്ചിട്ട് ആർക്കാ പറ്റുക എന്നുള്ളൊരു രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ലേഡിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു എനർജിയാണ് എസ്പെഷ്യലി ക്യൂൻ ഓഫ് വാണ്ട്സ്. ക്യൂൻസിൽ വെച്ച് ആ ഒരു പാഷനുള്ളത്, നമ്മൾ പറയും ആ ജോഷുള്ള ആൾ എന്ന് പറയുന്നത് ഈ ക്യൂൻ ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളിൽ പല ആൾക്കാരും ആ ഒരു എനർജിയിലേക്ക്, ആ ഒരു ലൈനിലേക്ക് പോകുന്നു എന്നുള്ളത് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. കിങ് ഓഫ് സോർട്സ്, നിങ്ങളിൽ ഒരുപാട് ലോജിക്കൽ മൈൻഡിലായിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടാവും ഇതിനകത്ത്. ഈ പറഞ്ഞ പോലെ റീഡിങ് നിങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക, ഇത് നമ്മൾ പറയില്ലേ, ഇത് രണ്ട് എനർജിയിൽ, ഡിവൈൻ ഫെമിനൈൻ മാസ്കുലിൻ എന്നുള്ള രീതിയിൽ തന്നെ കാണുക. നിങ്ങളെന്താണോ നിങ്ങളുടെ ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ഗൈസ്. ഓക്കെ, നിങ്ങൾക്കുള്ള മെസ്സേജ് ആണോ അല്ലെങ്കിൽ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ളതാണോ എന്നുള്ളത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ക്ലെയിം ചെയ്യാം. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അത് മനസ്സിലാക്കി തന്നെ ഈ പറഞ്ഞ പോലെ എനർജീസുമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ കിങ് ഓഫ് സോർട്സിൻ്റെ കാര്യം പറഞ്ഞത്, ഇദ്ദേഹവും ഇത് പറഞ്ഞ പോലെ ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ചുമ്മാ ആക്ഷൻ ഓറിയൻറ്റഡ് അല്ല. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാടിക്കറി ഒന്നും ചെയ്യുന്ന ആളല്ല. ഓക്കെ, എല്ലാ കാര്യത്തിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്നുള്ളതിനെക്കുറിച്ച് ക്ലിയർ കട്ട് ക്ലാരിറ്റി എടുത്തിട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് എനിക്കറിയില്ല, ഇത് നിങ്ങളിൽ ചില ആൾക്കാർ എടുത്തുചാട്ടക്കാരായിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അടുത്ത ചാപ്റ്ററിൽ നിങ്ങൾ എടുത്തുചാട്ടക്കാരായിരിക്കില്ല. എല്ലാ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആക്ഷൻ എടുക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, വാവ്. ആൻഡ് ചില ആൾക്കാർ നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് യുവർ റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി ലവ് റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ്. ചില ആൾക്കാർക്ക് ഇത് പാർട്ട്ണർഷിപ്പ് തന്നെയാണ്. ലവ് റിലേഷൻഷിപ്പുണ്ട്, പാർട്ട്ണർഷിപ്പുണ്ട്. ചില ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ചാപ്റ്ററിൽ, അടുത്ത സെറ്റ് ഓഫ് ചാപ്റ്റർ, ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിം എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് 6 months അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് 6 monthsനേക്കാളും നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്റർ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയാം. നിങ്ങളുടെ ബ്ലെസ്സിങ്സും നിങ്ങളുടെ അതുപോലെ തന്നെ സൈൻസും ഒക്കെ ഞാൻ പറയാം. കാരണം അപ്പോഴത്തേനും നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ നെക്സ്റ്റ് ചാപ്റ്റർ എപ്പോഴത്തേനാണെന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഓരോരുത്തരുടെ ലൈഫ് സിറ്റുവേഷൻ അനുസരിച്ച്. ഓക്കെ, ചില ആൾക്കാർക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ അവേക്കനിങ്, സ്പിരിച്വൽ ആയിട്ടുള്ള എനർജീസായിട്ട് കണക്ട് ചെയ്യുക, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആരാണെന്ന് തിരിച്ചറിയുക, അവരുമായിട്ട് കണക്ട് ചെയ്യുക, മെഡിറ്റേഷൻസ്. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ഫുൾ ഓൺ സ്പിരിച്വാലിറ്റിയാണ്. ഈ ഫുൾ ഓൺ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പോലും ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മളെപ്പോഴും ബാലൻസ് ചെയ്യണം. പ്രാക്ടിക്കാലിറ്റി
ആൻഡ് സ്പിരിച്വാലിറ്റി. ഓക്കെ, സ്പിരിച്വാലിറ്റി പ്രാക്ടിക്കാലിറ്റി ബാലൻസ് ചെയ്യണം. ഞാൻ ആ കാർഡ് ഇന്നത്തേക്ക് കൺസിഡർ ചെയ്തിട്ടില്ല, പക്ഷേ എന്തോ എനിക്ക് അതിൻ്റെ ഒരു എനർജിയും കൂടെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ചില ആൾക്കാരല്ല, നമുക്ക് മിക്കവാറും ഒക്കെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക എനർജിയാണ്, അതൊരു പ്രത്യേക ഒരു വൈബാണ്, എന്താണ് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ജേർണിയാണ്. അപ്പം അത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരുപാട് അങ്ങ് സ്പിരിച്വലായി പോകും. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലാലോചിക്കുന്ന ഒരു കാര്യം, നമ്മളിവിടെ 3D വേൾഡിലാണ്. നമ്മൾ ആ സോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. ഓക്കെ, ആ പർപ്പസിനകത്ത് എന്തായിരുന്നാലും നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർക്കും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, നമ്മുടേതായ ഒരു ഡിവൈൻ ആക്ഷൻ കാര്യങ്ങളൊക്കെ എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അത് എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക. ഓക്കെ, അത് മനസ്സിൽ വെച്ചിരുന്ന് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക, അതിനെ ബാലൻസ് ചെയ്യുക, പ്രാക്ടിക്കാലിറ്റി. പിന്നെ നിങ്ങളിൽ പല ആൾക്കാരുടെയും ഓഫ് കോഴ്സ് പെർസ്പെക്റ്റീവ് ചേഞ്ച്. ഓക്കെ, എന്തിനെക്കുറിച്ചായിരുന്നാലും, അതിപ്പം ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിരുന്നാലും, അല്ലെങ്കിൽ നമ്മളിപ്പം ചില സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ ഇപ്പോൾ ഒരാൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ലേറ്റായി വരുമ്പം നമ്മൾ എന്താ പറയുക, അവർ ചുമ്മാ ലേറ്റാണ്, എപ്പോഴും ലേറ്റാണെന്നുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കും. പക്ഷേ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മേ ബി അവരുടെ എന്തെങ്കിലും ഇഷ്യൂ അവർ ഓൺ ദ വേ വന്നുകൊണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ നടന്നിട്ടുണ്ടാകും, അതായിരിക്കാം. കാരണം നമ്മുടെ എല്ലാവരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്ത് നടന്നാലും നമുക്ക് നമ്മുടേതായൊരു പ്രജുഡിസ് മൈൻഡ് നമ്മുടെ അവിടെ വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ, അപ്പം അതായിരിക്കും റീസൺ എന്നൊക്കെ നമ്മൾ മനസ്സ് തീരുമാനിക്കും. പക്ഷേ പിന്നെ നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ, അയ്യോ അതൊന്നും ആയിരുന്നില്ല, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കും. അപ്പം അതെന്ന് പറയുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി, ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണെന്നും, ഓരോരുത്തരും ഓരോ പർട്ടിക്കുലർ ഒരു ജേർണിയിലാണെന്നും, അവരുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണെന്നും ഒക്കെ മനസ്സിലാക്കി, ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ജേർണിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ചിലേക്ക് വരുന്നു. ഒരു റിലേഷൻഷിപ്പിലായിരുന്നാലും, അത് എന്താ പറയുക, ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പിലായിരുന്നാലും, എന്ത് കാര്യത്തിലായിരുന്നാലും ആ ഒരു പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വേറൊന്നുമല്ല, നിങ്ങളുടെ സോൾ ലെസൺ എന്താണ് നെക്സ്റ്റ് ചാപ്റ്ററിൽ. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഓരോ സോൾ ലെസൺസ് ഓരോരോ സമയങ്ങളിലും നമ്മൾ പാസ് ചെയ്ത് പോകും. അപ്പം നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്ററിലെ സോൾ ലെസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, honesty. I can't always expect the truth from others, but I can expect it from myself. ഓക്കെ, ചില ആൾക്കാർക്ക് ഇത് എസ്പെഷ്യലി ഓണസ്റ്റിയുടെ എനർജി വേറൊന്നുമല്ല, നിങ്ങളുടെ ക്രൗൺ ചക്ര കുറച്ചുകൂടെ ആക്റ്റീവാണ്. വിത്ത് ദി കാർഡ് എന്താ പറയുക, ഇതിനകത്തുള്ള പർപ്പിൾ കളർ വെച്ചിട്ട് നിങ്ങളുടെ ക്രൗൺ ചക്ര വളരെ ആക്റ്റീവ് ആയിരിക്കും നെക്സ്റ്റ് ചാപ്റ്ററിൽ. അത് മാത്രമല്ല, നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമുക്ക് ഓണസ്റ്റ് ആയിരിക്കാൻ പറ്റും. മറ്റുള്ളവർ ഓണസ്റ്റ് ആവണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പക്ഷേ നമുക്ക് അതിന് വാശി പിടിക്കാൻ പറ്റില്ല, അല്ലേ? അപ്പം അത് നമ്മൾ അത് മനസ്സിലാക്കുകയും നമ്മൾ മാക്സിമം ഓരോ റിലേഷൻഷിപ്പിലും, അതിപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, ഒരു റിലേഷൻഷിപ്പ് ആവട്ടെ, ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആവട്ടെ, എന്ത് കാര്യമായിരുന്നാലും അതിൽ നമ്മൾ ഓണസ്റ്റ് ആവാനായിട്ട് നമ്മൾ 100% ട്രൈ ചെയ്യും. ഓക്കെ, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കർമ്മ. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനൊരു ഫലമുണ്ട്. ഓക്കെ, അപ്പം അവിടെ ഇപ്പം വേറൊരാൾ നമ്മുടെ അടുത്ത് കള്ളം കാണിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നെഗറ്റീവായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കർമ്മ കിട്ടും, അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഓരോ ഫലമുണ്ട്. നമ്മൾ എത്ര ഇല്ല എന്നൊക്കെ പറഞ്ഞാലും, ഞാൻ ചെയ്യുന്ന എല്ലാം സൂപ്പറാണെന്നൊക്കെ പറഞ്ഞാലും, ഈ പറഞ്ഞ പോലെ സൂപ്പർ നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സൂപ്പർ നമുക്ക് മാത്രമായിരിക്കും, ബാക്കി നമ്മൾ ചെയ്യുന്നതിലൂടെ ചില ആൾക്കാർക്കത് വിഷമമുള്ള സിറ്റുവേഷനാക്കി മാറാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങളത് മനസ്സിലാക്കുന്നു, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ആ ഒരു ഓണസ്റ്റി എനർജി എന്താ പറയുക, എക്സ്പെക്റ്റ് ചെയ്യാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് എപ്പോഴും ഓണസ്റ്റായിട്ട് ഇരിക്കാൻ പറ്റുമെന്നുള്ള ആ ഒരു തിരിച്ചറിവ്, അതും ഈ പറഞ്ഞ പോലെ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. റിലേഷൻഷിപ്പ്, ഐ ആം അട്രാക്റ്റഡ് ടു ദോസ് പീപ്പിൾ ഹൂ സെർവ് മൈ ഹയർ ഗുഡ്. നമ്മളിപ്പം ഞാൻ പറഞ്ഞു പാർട്ട്ണർഷിപ്പിൻ്റെ കാര്യം, റിലേഷൻഷിപ്പിൻ്റെ കാര്യം, മാരേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അവിടെയും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ, അതായത് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത്, നമ്മൾ പറയില്ലേ നമ്മുടെ ലൈഫിൽ എപ്പോഴും സംഭവിക്കുന്നതാണ്, എനിക്കറിയില്ല നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നതെന്ന്, പക്ഷേ ഇവിടെ ഇതിനനുസരിച്ച് ഈ കാർഡിനെ കാണുമ്പോൾ എനിക്ക് മെയിൻലി ഫീൽ ചെയ്യുന്നൊരു എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് നെഗറ്റീവ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ആൾക്കാരെ നിങ്ങൾ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ. ബട്ട് ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങളെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, നിങ്ങളുടെ ഹയർ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ മാത്രമായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ജേർണിയിൽ. അത് സ്പിരിറ്റ് ഗൈഡ്സ് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ.
ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല സ്പിരിറ്റ് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞപ്പം എന്ത് നെക്സ്റ്റ് ചാപ്റ്റർ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഓക്കെ. Fear. I realize that I am testing my resolve to live in the energy of love. ഓക്കെ. ഫിയറിൻ്റെ എനർജി, അതായത് നിങ്ങളിൽ ഞാൻ പറഞ്ഞില്ല, പല ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഇത് മെയിൻലി പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പേടിയാണ് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം മേ ബി നമ്മൾ പല ആൾക്കാരും പലതും ചെയ്ത് ഫെയിലിയറായി പോയത് കണ്ടിട്ടുണ്ടാവാം. ഓക്കെ. അതുപോലെ തന്നെ ചില സിറ്റുവേഷൻസ് കാണുമ്പോഴത്തേക്കും നമുക്കത് അയ്യോ അതിന് ചെയ്ത എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഓൾറെഡി ഈ പറഞ്ഞ നമ്മുടെ സബ് കോൺഷ്യസിൽ ഓൾറെഡി ഉള്ളൊരു സാധനമാണ് പേടി. അപ്പം ആ ഒരു സാധനം തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്താ പറയുക, അതിനെങ്ങനെ റിസോൾവ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ. നമ്മുടെ പേടി, കാരണം നമ്മൾ പലപ്പോഴും പേടിക്കുന്ന സാധനം, എനിക്കിതിനകത്ത് ഡെത്ത് കാർഡിൻ്റെ എനർജി, എസ്പെഷ്യലി ലൈറ്റ് സിയറിലാണ്, അല്ലല്ല ഡിവൈൻ ടാരോ, അതിനകത്തൊരു ഡെത്ത് കാർഡുണ്ട്. അതിനകത്ത് ഒരു പെൺകുട്ടി ഭയക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, ആ പർട്ടിക്കുലർ കർട്ടൻ മാറ്റിക്കഴിഞ്ഞാൽ പുറകിലൊരു ഭീകര ജീവി അല്ലെങ്കിൽ ഭീകരനായിട്ടൊരാൾ നിൽപ്പുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാരത്തിൻ്റെ പേടി. പക്ഷെ കർട്ടൻ തുറന്ന് നോക്കിക്കഴിയുമ്പോൾ പുള്ളിക്കാരത്തേക്ക് അത് മനസ്സിലാവുന്നു, അത് എൻ്റെ പേടി മാത്രമാണ്, അവിടെ റിയാലിറ്റിയിലൊന്നുമില്ല. അത് എന്തുകൊണ്ട് ആ പുള്ളിക്കാരത്തെ ലൈഫിൽ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പുള്ളിക്കാരത്തെ ആ ധൈര്യം ഉണ്ടായി. ഓക്കെ. അത് ആ ഒരു കർട്ടൻ മാറ്റി നോക്കാനുള്ള ധൈര്യം കാണിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങളുടെ പേടി എന്താണോ, ശരി എനിക്കിത് പേടിയാണ്, ഒന്ന് ചെയ്ത് നോക്കാം, പോയാൽ എന്താ, കൂടിപ്പോയാൽ എന്താ വരാൻ പോകുന്നതെന്നുള്ള രീതിയിൽ നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡെഫിനറ്റായിട്ടും ഗൈസ് നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് ചക്ര വളരെ 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 സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ. അതിൽ ട്രസ്റ്റ് ചെയ്യാം. പ്രൈഡ്. ഐ ലവ് മൈസെൽഫ് ആൻഡ് ഐ സീ മൈസെൽഫ് ഇൻ എവ്രി വൺ. ഓക്കെ. അപ്പം സീരിയസ്ലി സത്യം ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മൾ നമ്മുടെ സ്നേഹിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ, നമുക്ക് മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്ന എപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ അവരിൽ കാണാൻ കഴിയുമ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് സ്നേഹിക്കാൻ പറ്റുക. അത് നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ, അതാണ് മേ ബി ഈ പെർസ്പെക്റ്റീവ് ചേഞ്ചിനകത്തൊക്കെ വരുന്ന ഒരു എനർജി ആയിരിക്കണം. കാരണം നമുക്ക് നമ്മളെ സ്നേഹിക്കുക, ഒരുപാട് ആൾക്കാർ ഇതിനകത്തുള്ള പല ആൾക്കാരും ഇനി സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു സെൽഫ് കെയർ റുട്ടീൻസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഫേസിൽ സെൽഫ് കെയർ റുട്ടീൻ ചെയ്യുന്നു. ഓക്കെ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളെ സ്നേഹിക്കും, നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ചെറിയ ഗിഫ്റ്റ് പോലും വാങ്ങിക്കാത്ത ആൾക്കാരാണെങ്കിൽ നെക്സ്റ്റ് ഫേസിൽ ശരി എനിക്ക് ഈ ഒരു പർട്ടിക്കുലർ ബാങ്കിൾ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇയറിംഗ് ഇഷ്ടപ്പെട്ടു, ശരി ഞാൻ മേടിച്ചേക്കാം. അവിടെ ഞാൻ ഉടനെ മാറ്റി വെക്കുകയല്ല, അയ്യോ ഞാനത് മേടിച്ചാൽ ഇത്ര, അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. യെസ് എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാനത് മേടിക്കുന്നു. ഒരു സെക്കൻഡേ. ഓക്കെ. എനിക്കിത് ഇഷ്ടപ്പെട്ടു, ഞാനിത് മേടിക്കുന്നു. ബട്ട് ഈ പറഞ്ഞ പോലെ അപ്പം നമുക്കെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് നമ്മളോടൊരു സ്നേഹം, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് കെയർ ചെയ്യുമ്പോൾ, നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിലിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി അതെല്ലാം നമുക്ക് വരുന്നുണ്ട്. അത് അൾട്ടിമേറ്റ്ലി എന്താവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വന്നു തുടങ്ങും. നിങ്ങളുടെ ആൾക്കാർക്ക് ആരെങ്കിലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താ പറയുക ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യും. നിങ്ങൾക്ക് എന്തിനൊക്കെയാണ് നിങ്ങൾ ഗ്രേറ്റ്ഫുൾ എന്നുള്ളത് റൈറ്റ് ഡൗൺ ചെയ്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഞാനിവിടെ കാണുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ഈസ് ലൈക്ക് എന്താ പറയുക ക്രൗൺ, സോളാർ പ്ലെക്സസ് ആൻഡ് അതുപോലെ തന്നെ ഹാർട്ട് ചക്ര. ഇത് മൂന്നും സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. ഒരുപാട് ചേഞ്ചസ്, എസ്പെഷ്യലി നിങ്ങളുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നൊരു എനർജി നിങ്ങളുടെ എന്താ പറയുക സോളാർ പ്ലെക്സസ് ചക്ര തന്നെ, നിങ്ങളുടെ ആ ഒരു ആക്ഷൻ ചക്ര, നിങ്ങളുടെ ആ ഒരു ധൈര്യത്തിൻ്റെ ചക്ര നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നു നെക്സ്റ്റ് ചാപ്റ്ററിൽ. ഐ എം താങ്ക്ഫുൾ ഫോർ ദിസ് ലൈഫ് ആൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഇറ്റ് പ്രസൻസ്. ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങൾ പല ആൾക്കാരും ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നു, കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയിലേക്ക് പോകുന്നു. അതൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. നോക്കാം നമുക്ക് നിങ്ങളുടെ ലൈഫിൽ നെക്സ്റ്റ് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്. ഓക്കെ. നെക്സ്റ്റ് വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, ഈ നെക്സ്റ്റ് ചാപ്റ്ററിൽ വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. നെക്സ്റ്റ് ചാപ്റ്ററിൽ വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ്. ഓൾറൈറ്റ്, ഒന്നും പറയാനില്ല ഗൈസ്. സ്പിരിച്വാലിറ്റി പറഞ്ഞു, ഡെഫിനറ്റ്ലി ബ്ലെസ്സിങ്സ് ആയിട്ട് നിങ്ങളുടെ സ്പിരിച്വാലിറ്റി, നിങ്ങളുടെ ടെമ്പിൾ പാത്ത്, നിങ്ങളുടെ മെഡിറ്റേഷൻ, നിങ്ങളുടെ എന്താ പറയുക
കൂടുതൽ ഈ പറഞ്ഞ പോലെ ട്രാവലിൻ്റെ കാർഡും കൂടെയാണ് ചാരിയറ്റ്. നിങ്ങൾ ഒരുപാട് ഹോളി പ്ലേസസ് നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നു, അതെല്ലാം ഉണ്ട്. വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്റർ. 6 ചക്ര ഞാൻ ഈ 3 ചക്രയെ പറഞ്ഞുള്ളൂ. 6 ചക്ര നിങ്ങളുടെ തേർഡ് ഐ ചക്രയും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും നെക്സ്റ്റ് ചാപ്റ്റർ. പിന്നെ എസ്പെഷ്യലി ടെമ്പിൾ പാത്തല്ലേ, തേർഡ് ചക്ര പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ തേർഡ് ചക്രം വളരെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും നെക്സ്റ്റ് ചാപ്റ്ററിൽ. അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ് തന്നെ ആയിരിക്കും. വിമൻ ഹോൾഡിങ് എ കോയിൻ, ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഒരുപാട് എന്താ പറയുക ഫൈനാൻഷ്യൽ അബണ്ടൻസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾ കുറേ കൂടി സ്റ്റേബിൾ ആകുന്നു. ചില ആൾക്കാർ ബിസിനസ് ചെയ്യുന്നു, ബിസിനസ് നല്ലൊരു പാർട്ട്ണർഷിപ്സ് കിട്ടുന്നു. അതിലൂടെ ഒരുപാട് ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡിപെൻഡൻറ്റ്. എനിക്ക് 9 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് വിമൻ ഹോൾഡിങ് എ കോയിനിൽ കിട്ടുന്നത്. അപ്പം അങ്ങനെ നമ്മൾ സഫിഷ്യൻറ്റ് അല്ലെങ്കിൽ സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്രീസിയേഷൻ നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഓരോരോ ചേഞ്ചസിലും നിങ്ങളുടെ പലരുടെയും ഞാൻ പറഞ്ഞേ സെൽഫ് കെയർ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പലരുടെയും ബ്യൂട്ടി നിങ്ങളുടെ ഒരുപാട് നല്ല സൗന്ദര്യത്തോടു കൂടി വരുന്നു എന്നുള്ളതൊക്കെ ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഒരുപാട് സൗന്ദര്യം ഈ പർട്ടിക്കുലർ ലേഡിയുടെ സൗന്ദര്യം എനിക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നുന്നു. നിങ്ങൾ പല ഹെയർ സ്റ്റൈൽ പുതിയ ഇന്നോവേഷൻ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ചില ആൾക്കാർ ടാറ്റൂ ചെയ്യുന്നു. ഇവിടെ രണ്ടിടത്തും ക്യാറ്റുണ്ട്. എനിക്കിവിടെ ക്യാറ്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെറ്റ് ക്യാറ്റായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വളരെ സിഗ്നിഫിക്കൻറ്റ്. സൺ കാർഡ്. ചില ആൾക്കാർക്ക് ഇത് നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് യുവർ പ്രഗ്നൻസി. ഓക്കെ, നിങ്ങളുടെ പ്രഗ്നൻസി നെക്സ്റ്റ് ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, ബ്ലെസ്സിങ്സ്. അതുപോലെ മിൽക്ക് ആൻഡ് ഹണിയുടെ എനർജിയാണ്. എനിക്കറിയാം ഇതിനകത്ത് മിൽക്ക് ആൻഡ് ഹണിയുടെ കാർഡ് നമുക്ക് കിട്ടിയില്ല. പക്ഷേ എനിക്കെന്തോ സൺ കാർഡ് കാണുമ്പോൾ എനിക്ക് മിൽക്ക് ആൻഡ് ഹണിയുടെ എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജി, ഇമോഷണലി ഹാപ്പിനെസ്സിൻ്റെ എനർജി. എനിക്കറിയില്ല, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും ഒരുപാട് ഈ പറഞ്ഞ പോലെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസപ്പെട്ട ആൾക്കാരാണ്. ഓക്കെ, പെർഫെക്റ്റ് പാർട്ട്ണറിനെ കിട്ടുന്നുണ്ട്. മാൻ ഹോൾഡിങ് എ ഹാർട്ടും നമുക്ക് വന്നിട്ടുണ്ട് നെക്സ്റ്റ് ബ്ലെസ്സിങ് ആയിട്ട്. നെക്സ്റ്റ് റെസ്റ്റ്. പല ആൾക്കാരും റെസ്റ്റ് ആൻഡ് റെജുമിനേഷൻ. നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ സ്വയം റെജുമിനേറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളതിൻ്റെ എനർജി ഉണ്ട്. വൗ, ഗ്രേറ്റ്, സൂപ്പർ ബ്ലെസ്സിങ്സ് ആണ്. വരട്ടെ എല്ലാ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരട്ടെ. നിങ്ങളുടെ ഓക്കെ, നെക്സ്റ്റ് നിങ്ങളുടെ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഓക്കെ, ചാലഞ്ചസിന് വേണ്ടിയിട്ട് സ്പിരിറ്റെ നമുക്ക് അറിയേണ്ടത് നെക്സ്റ്റ് ചാപ്റ്ററിൽ ഇവർക്ക് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? നെക്സ്റ്റ് ചാപ്റ്ററിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ചാലഞ്ചസ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ചാലഞ്ച് ഫ്ലോ ആയിട്ട് വരുമ്പോൾ ഗോ വിത്ത് ദ ഫ്ലോ നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചിങ് ആയിരിക്കും. അതായത് പല സിറ്റുവേഷനിലൂടെയും ഒരു ഒഴുകി പോവുക എന്നൊക്കെ പറയില്ലേ, ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറയുന്നത്. അത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് മെഡിറ്റേഷൻ, എല്ലാവർക്കും അല്ല, ചില ആൾക്കാർക്ക് മെഡിറ്റേഷൻ സ്റ്റാൻഡ് സ്റ്റില്ലിൻ്റെ കാർഡ് കാണുമ്പോൾ എനിക്ക് മെഡിറ്റേഷൻ എനർജിയാണ്. അപ്പോൾ ആ ഒരു സ്റ്റിൽനെസ് കിട്ടാൻ ചിലപ്പം ഈ പറഞ്ഞ പല കാര്യങ്ങളും ടിങ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഭയങ്കര സ്പീഡായിട്ട് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ, ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിൻ്റെ എന്താ പറയുക എനർജി എനിക്കിവിടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ നെക്സ്റ്റ് ഫേസിൽ ഒരു ചാലഞ്ചായിട്ട് സിംപ്ലിസിറ്റിയുടെ കാർഡ് വരുമ്പോൾ എനിക്ക് കിട്ടുന്ന നിങ്ങളുടെ ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനായിട്ട് വരാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീയിങ് സിമ്പിൾ ആവുന്നത് മാത്രമല്ല, നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ ചിലപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ചുകൂടി സിമ്പിളാക്കി പറയുക എന്നുള്ളതല്ല, നമ്മൾ കുറച്ച് ഹാർഷും കാര്യങ്ങളൊക്കെ ആയിപ്പോവും. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഹാർഷായിട്ട് പറയണ്ട എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ നമ്മൾ നെക്സ്റ്റ് ഫേസിൽ കുറച്ച് ഫാസ്റ്റ് പേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രയും ഫാസ്റ്റ് പേസിൽ ഡെഫിനറ്റ്ലി നിങ്ങളിൽ അങ്ങനെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ദേഷ്യം വരുന്ന ടൈപ്പ് അല്ലെങ്കിൽ പലതും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരുണ്ടെങ്കിൽ ഈ മെഡിറ്റേഷൻസും കാര്യങ്ങളും വളരെ ക്ലിയറായിട്ട് ചെയ്യുക. കാരണം അത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പുതിയ പോർട്ടൽസും കാര്യങ്ങളൊക്കെ വരും. അപ്പം പെട്ടെന്ന് ആകുമ്പോഴത്തേനും ഇതെല്ലാം നിങ്ങൾക്ക്
ചാലഞ്ചായിട്ട് പറയുമ്പോൾ പ്ലഷറും ഡിലൈറ്റിൻ്റെ കാർഡുമാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറയില്ലേ, നമ്മൾ ഇത്രയും നാൾ എനിക്കറിയില്ല, നിങ്ങളിൽ പല ആൾക്കാരും ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാരായിരിക്കണം. കാരണം ഈ കാർഡ്സ് രണ്ടും, കാരണം പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ചേഞ്ചും കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ആ ഒരു പേടിയെന്ന് നമ്മൾ പറയില്ലേ, പേടിയെ നിങ്ങൾ ഫേസ് ചെയ്യണം. അപ്പം എല്ലാം കുറച്ച് ഫാസ്റ്റ് ആവും നിങ്ങളുടെ ലൈഫിൽ. അപ്പം അതിൻ്റെ കൂടെ പോകാനും അതിൽ ഫ്ലോ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുക, ഒരു ചാലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആയിട്ട് ഞാനിവിടെ കാണുന്നുണ്ട്. ഓൾറൈറ്റ്, അതായിരിക്കും കുറച്ച് ചാലഞ്ചസ്. അത്ര വലിയ ചാലഞ്ചായിട്ട് എനിക്കത് തോന്നുന്നില്ല. പലതും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചാലഞ്ചിനെ മാറ്റാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സൈൻസ് ആണ്. ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നതിന് മുന്നേ നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്താണ് സൈൻസ് എന്തെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൈൻസ് ആണ് സ്പിരിറ്റ് നമുക്കറിയേണ്ടത്. നെക്സ്റ്റ് ചാപ്റ്ററിന് മുന്നേ ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സൈൻസ്. നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂടും. ഓക്കെ, കോൺഫിഡൻസ് നിങ്ങൾക്ക് തന്നെ അറിയില്ല എവിടെ നിന്നാണ് ഇത്രയും കോൺഫിഡൻസ്. കാരണം ഈ കോൺഫിഡൻസിൻ്റെ കാർഡ് തന്നെയാണ് ഈ പറഞ്ഞ സോളാർ പ്ലെക്സസ് ചക്ര എന്ന് പറയുന്നത്. കോൺഫിഡൻസിനെ കാണിക്കുന്ന കാർഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ഫേസിൽ ഡെഫിനറ്റ്ലി കോൺഫിഡൻസ് കൂടും. ഓക്കെ, നെക്സ്റ്റ് ട്രസ്റ്റ്. ഓക്കെ, നിങ്ങൾക്ക് പല കാര്യങ്ങൾ, അതായത് നമ്മൾ പറയില്ലേ ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ആൾക്കാരായിരുന്നെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇത് മുതൽ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും പല കാര്യങ്ങളും. അതായത് ഡിവൈൻ കണക്ഷനാണ്, ഡിവൈൻ ഇൻ്റർവെൻഷൻസ് ആണ് നമ്മുടെ ലൈഫിലെല്ലാം. ഡിവൈനാണ് കൊണ്ടുപോകുന്നത്. അത് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ആ ഒരു ട്രസ്റ്റ് ഫാക്ടർ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഒരുപാട് ഇൻസ്പയർഡ് ആവും. കാരണം ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കുന്ന ആളാണ് ക്വീൻ ഓഫ് വാണ്ട്സ്. ഒരുപാട് ഇൻസ്പിറേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യും. ഹൈലി എന്താ പറയുക, ഭയങ്കര ഇൻസ്പിറേഷൻ ഫീൽ ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിം ആയിരിക്കും നിങ്ങൾക്ക്. പിന്നെ ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇൻസ്പയർഡ് ആവും. നെക്സ്റ്റ് ന്യൂ ബിഗിനിങ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യും, ലൈക്ക് എൻ്റെ ലൈഫിൽ എന്തൊക്കെയോ റിയാലിറ്റി ചേഞ്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, റിയാലിറ്റി ചേഞ്ച് വരുന്നുണ്ട്, എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നുണ്ട്, എന്തൊക്കെയോ പോസിറ്റീവ് ചേഞ്ചസ് നമുക്ക് ഓൾറെഡി ഫീൽ ചെയ്യും. നമുക്കുള്ളിലൊരു കോൺഫിഡൻസിൽ പലതും ചെയ്ത് കാണിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ഉള്ളിൽ നിന്നുണ്ടാവും. നമുക്ക് തന്നെ അറിയാം എന്തൊക്കെയോ പോർട്ടൽസ് നമുക്ക് വേണ്ടി ഓപ്പൺ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് പലതും നമ്മളെ ഇങ്ങോട്ട് വന്ന് നോക്ക് ചെയ്യുന്നുണ്ട്. ചില ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഇങ്ങോട്ട് വന്ന് ഈ പർട്ടിക്കുലർ ഓപ്പണിംഗ് ഇപ്പോഴും അവൈലബിൾ ആണ്, നിങ്ങൾ താല്പര്യം ഉണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരിക. ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ബിസിനസ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുന്നേ അവർ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു തുടങ്ങുക. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പല ആൾക്കാരും ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യാമെന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു എനർജി കിട്ടുന്നുണ്ട്. ജസ്റ്റിസ് കാർഡ്, ഇത് ഗുഡ് കർമ്മ, നിങ്ങളുടെ ഗുഡ് കർമ്മയുടെ റിസൾട്ട്. അത് നമ്മൾ പറയില്ലേ, ഇത്രയും നാളും എന്തൊക്കെയോ അൺഫേവറബിൾ ആയിരുന്നു എൻ്റെ ലൈഫിലെ സിറ്റുവേഷൻ, പക്ഷേ ഇപ്പം മുതൽ എന്തൊക്കെയോ ചേഞ്ചസ് വരുന്നു. വെറും ചേഞ്ചസ് അല്ല, കുറേ കൂടി ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുന്നു, എന്തൊക്കെയോ പോസിറ്റീവ് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടക്കുന്നു. അത് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ സൈൻസ്. ഓക്കെ, എന്തെങ്കിലും ഫൈനൽ ഗൈഡൻസ് ഉണ്ടെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ റീഡിങ് വൈൻഡ് അപ്പ് ചെയ്യാം. കുറച്ച് ലെങ്തി ആയിപ്പോയി, പറ്റാവുന്ന ഒരു മാക്സിമം കാണാൻ പറ്റുന്ന മാക്സിമം കാണുക. പിന്നെ കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഫൈനൽ റീഡിംഗ് ആയിട്ട് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഫേസിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ ഗൈഡൻസ് ആണ് സ്പിരിറ്റ്. നെക്സ്റ്റ് ഫേസ് അല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ ഗൈഡൻസ് ആണ്. Intuition, trust your intuition. It has been guiding you to the answers that you seek. പലരുടെ ഇൻറ്റ്യൂഷൻ ഓൺ പോയിൻറ്റ്, സംശയിക്കാൻ വേണ്ട. സെലിബ്രേഷൻ, സെലിബ്രേറ്റ് യുവർ അച്ചീവ്മെൻറ്റ്സ്. യു ട്രൂലി ആർ എ ഗിഫ്റ്റ് ടു ദ യൂണിവേഴ്സ്. നിങ്ങൾ ഒരുപാട് സെലിബ്രേറ്റിംഗ് മൊമെൻറ്റ്സ് നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിൽ കാണും. ബി പേഷ്യൻ്റ് ആൻഡ് അലോ ഡെസ്റ്റിനി ടു അൺഫോൾഡ് അറ്റ് ഇറ്റ്സ് ഓൺ പേസ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതെന്താ ടൈം ഫ്രെയിം ഒന്നും പറയാത്തത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ബി പേഷ്യൻ്റ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എല്ലാം ഡെസ്റ്റിനി അതിൻ്റെ അനുസരിച്ച് കറക്റ്റ് സമയത്തിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. കറക്റ്റ് സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കാര്യങ്ങൾ എത്തും എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷൻ ഉണ്ട് സ്പിരിറ്റ് ഗൈഡ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ അടുത്തുനിന്ന്. യു ആർ ബീയിങ് ഗൈഡഡ് ബൈ ദ കോസ്മോസ്. സ്റ്റേ സ്ട്രോങ്. എ പോസിറ്റീവ് ഔട്ട്കം ഈസ് അഷ്യൂർഡ്. നിങ്ങൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിനെ കുറിച്ച് ആലോചിച്ചു, അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും എന്നൊക്കെയാണ് ചിന്തിച്ചെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിനകത്ത് പോസിറ്റീവ് ഔട്ട്കം ഞാനിവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. വാവ്, നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ കാർഡ്സ് എടുത്തു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഭയങ്കര പോസിറ്റീവ് കാർഡ്സ് ആൻഡ് ഭയങ്കര പോസിറ്റീവ് റീഡിങ്. എനിക്ക് തന്നെ ഒരുപാട് ഗൂസ്ബംസ് മൊമെൻറ്റ്സിനകത്ത് ഫീൽ ചെയ്തു. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. എല്ലാ രീതിയിലും, അതായത് ഇപ്പം ഫൈനാൻഷ്യലി ആയിരുന്നാലും സ്പിരിച്വലി ആയിരുന്നാലും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലായിരുന്നാലും എല്ലാ ഏരിയാസിലും, ജോബ് സിറ്റുവേഷൻ ആണെങ്കിലും ബിസിനസ് സിറ്റുവേഷൻ ആണെങ്കിലും എല്ലാ ഏരിയാസിലും ഒരുപാട് ചേഞ്ചസ്. നെക്സ്റ്റ് ചാപ്റ്റർ ഗൈസ്
ഐ ആം ക്ലെയിമിങ് മൈ നെക്സ്റ്റ് ചാപ്റ്റർ. ഐ ആം ക്ലെയിമിങ് മൈ നെക്സ്റ്റ് ചാപ്റ്റർ. നിങ്ങൾ എൻ്റെ വരെ കണ്ട ആൾക്കാർ ദയവായി ഇത് കമൻറ്റ് ചെയ്യുക. കാരണം ക്ലെയിം ചെയ്യുക നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്റർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ നെക്സ്റ്റ് ചാപ്റ്റർ. ചാലഞ്ചസ് പോലും നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ചാൽ മാറ്റാവുന്ന ചാലഞ്ചസേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യും നെക്സ്റ്റ്. കാരണം റെസ്റ്റ് ആൻഡ് റെജുവിനേഷൻ്റെ കാർഡ് എനിക്ക് എപ്പോഴും മെഡിറ്റേഷൻ്റെ കാര്യമാണ്. പക്ഷേ പല കാര്യങ്ങളും നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ, നമ്മൾ ഇത്രയും നാളും സ്ട്രെസ്ഫുള്ളും ടെൻഷനും ഡിപ്രസ്ഡും ഒക്കെ ആയിരുന്ന സമയത്ത് പെട്ടെന്ന് ഇതെല്ലാം എന്താ പറയുക, എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജീസുമായിട്ടൊക്കെ വരുമ്പോൾ നമുക്കത് കണക്റ്റായി വരാൻ തന്നെ കുറച്ച് സമയം എടുക്കും, ആ ഒരു ഫ്ലോയിൽ വരാൻ. അതൊക്കെയാണ് നിങ്ങളുടെ ചാലഞ്ചസ്. അതൊക്കെ ഒരു ചാലഞ്ചേ അല്ല. നമുക്ക് കുറച്ച് മൂവിങ് ഫോർവേഡ് ആകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിലൊക്കെ സെറ്റാവും. അടിപൊളി റീഡിങ് ഗൈസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ റീഡിങ്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇതിലെ പോസിറ്റീവ് എനർജീസും എല്ലാം ക്ലെയിം ചെയ്യുക, യൂണിവേഴ്സിന് താങ്ക് യു പറയുക. ഓക്കെ, ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. എനിക്കറിയില്ല ഇന്നത്തെ എത്രത്തോളം നിങ്ങൾക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. കണക്റ്റ് ആയെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഒരുപാട് സന്തോഷം. നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നു, ഒക്കെ സന്തോഷം. എനിവേ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള ഗൈഡൻസും കാര്യങ്ങളും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ടൈം ഫ്രെയിം ഞാൻ പ്രത്യേകിച്ച് പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ സയൻസും കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ ഇത് വരാൻ പോകുന്നു എന്നുള്ളത്. പിന്നെ പർട്ടിക്കുലർലി നിങ്ങൾക്ക് ടൈം ഫ്രെയിം തന്നെ വേണമെങ്കിൽ നെക്സ്റ്റ് 6 months to 1 year എന്നുള്ള രീതിയിൽ ഞാൻ പറയും. ഓക്കെ, ആ ഒരു ചാപ്റ്റർ എന്നുള്ള രീതിയിൽ. പിന്നെ നിങ്ങളുടെ ആരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിട്ട് 2, 4, 7, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന നമ്പർ, ഈ റീഡിങ് ഐ മീൻ ഇത് എന്താ നിങ്ങളുടെ റിയാലിറ്റി വരുന്നതിന് മുന്നേ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്ന നമ്പർ 777, ഓക്കെ, 444, 1111, ഇതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്ന നമ്പർ ആയിരിക്കും ഈ ഒരു പോർട്ടൽ ഓപ്പണായി വരുന്നതിന് മുന്നേ. ഓക്കെ, എനിവേ റീഡിങ് കുറച്ചധികം നീണ്ടുപോയി, എനിക്കറിയാം. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.